നമുക്കെല്ലാവർക്കും ഒരു പോസ്, അതായത് ഒരു ദിവസം തീരുവാണ് എന്ന് അറിയുമ്പം നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ? അപ്പം ഞാനും ഒരു സ്പെസിഫിക് റിച്വൽ ഇല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഒന്നുമില്ല എനിക്ക്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വർഷമായി ഡെവലപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പം ഒരു സ്പെസിഫിക് ഓർഡറിലും ആയിരിക്കില്ല. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഐ ഫീൽ വെരി ഗുഡ് ആൻഡ് ഐ ഫീൽ ഐ എം റെഡി ഫോർ ദ നെക്സ്റ്റ് ഡേ. അപ്പം ഭയങ്കര ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷേ ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒരു എൻ്റെ നെർവസ് സിസ്റ്റത്തിനും എൻ്റെ ഫുൾ ബോഡി ഫുൾ മെൻ്റലി എനിക്ക് പീസ് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതിൽ 5 കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇതെന്തായാലും ഞാൻ ചെയ്യും. ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഈ 5 കാര്യങ്ങൾ എന്തായാലും ഞാൻ ചെയ്തിരിക്കും. അപ്പം ഇതിൽ ഈവനിങ് റിച്വൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരുപാട് മോർണിംഗ് റിച്വൽ, ആഫ്റ്റർനൂൺ റിച്വൽ, നൈറ്റ് റിച്വൽ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എൻ്റെ പേഴ്സണൽ ഈവനിങ് റിച്വലാണിത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് സന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തുക. അതിപ്പം വിളക്ക് കൊളുത്തുന്നത് ഇപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നാമം ചെല്ലാൻ വേണ്ടിയോ ഒന്നുമല്ല. ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡേ രാവിലെ ഇപ്പം നമ്മൾ 6 മണിക്ക് 7 മണിക്ക് എണീറ്റപ്പോൾ തൊട്ട് നമ്മുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം ആ വൈകുന്നേരം വരെ ബ്രെയിനിന് ഒരു റെസ്റ്റും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. ഞാൻ വിളക്ക് കൊളുത്തുമ്പം ഇന്നത് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിത് ചെയ്യണം എന്നൊന്നും ആലോചിക്കില്ല. അപ്പം അവിടെ മാത്രമായിരിക്കും ഫോക്കസ്. വിളക്ക് കൊളുത്തുക, ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യുക, ഇന്നലത്തെ തിരി മാറ്റുക, ഇന്ന് ഫ്രഷ് തിരി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, വിളക്ക് കൊളുത്തുക. അത് മാത്രം ചെയ്യുമ്പോൾ തന്നെ ബോഡിക്ക് എന്തോ ഒരു സിഗ്നൽ കിട്ടുന്ന പോലെയാണ്. ഓക്കെ, ദിസ് ഈസ് ദ ടൈം വെൻ യു ക്യാൻ റെസ്റ്റ്. അത് മാത്രമല്ല, പിന്നെ ഞാനിത് ഇപ്പം നമ്മൾ പറയുമല്ലോ, അത് കഴിഞ്ഞ് അഗർബത്തി കത്തിക്കണം ഇല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കണം, അങ്ങനത്തെ കുറേ പ്രോസസ്സ് നമ്മൾ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ തന്നെ ഇപ്പം ഈ വിളക്ക് കൊളുത്തുന്നത് എപ്പോഴും ലൈക്ക് നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഇപ്പം ഈ ഹിന്ദു ഫിലോസഫിയിലൊക്കെ വൈകുന്നേര സമയം, അതായത് സന്ധ്യാസമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ആ ഒരു സമയത്താണ് നമ്മൾ വിളക്കത്ത് ഇരുന്ന് നാമം ചെല്ലുന്നതും, പിള്ളേരൊക്കെ ഒരു വീട്ടിലെ എല്ലാ പിള്ളേരും ഒരുമിച്ചിരുന്ന് നാമം ചെല്ലുന്നതും. അതൊക്കെ ഒരു സ്ലോ ലിവിങ് ഇല്ലെങ്കിൽ നമ്മുടെ സ്ലോ ഡൗൺ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് ന്യൂറോ സയൻസ് ഇതിനെ നെർവസ് സിസ്റ്റം റെഗുലേഷൻ എന്നൊക്കെ പറയും. അപ്പം ഇത് നമ്മുടെ പൂർവികന്മാർ എത്ര കാലമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? അതുമാത്രമല്ല, ഇപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു അരോമ, അതായത് ഒരു സ്മെൽ, ഒരു ഫ്രേഗ്രൻസ് കത്തിക്കും. ഇപ്പം അത് ചില ദിവസം അഗർബത്തി ആവാം, ചില ദിവസം ഒരു ക്യാൻഡിൽ ആവാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ഒരു ധൂപ് കത്തിച്ച് വയ്ക്കും. ഒരുപാട് ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പം അതിൻ്റെ ഒരു സ്മെൽ വെച്ചിട്ടാണ് നമുക്ക് ആ സ്ഥലത്തെ ആ ഒരു ഓർമ്മ. ഇപ്പം അമ്പലങ്ങളിലൊക്കെ പോകുമ്പം നമുക്ക് അവിടുത്തെ ആ ഒരു എണ്ണയുടെയും ആ ഒരു കർപ്പൂരത്തിൻ്റെ മണം വെച്ചിട്ടാണ് നമ്മൾ ആ അമ്പലം കണക്ട് ചെയ്യുന്നത് അല്ലേ? ഇപ്പം ചില വീടുകളിൽ പോകുമ്പം, ചില പഴയ വീട്ടിലൊക്കെ പോകുമ്പം ആ ഒരു മണ്ണിൻ്റെയും വുഡിൻ്റെയും ഒക്കെ ഒരു മണം വരും. ഏറ്റവും ഒരു മണം ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു കണക്ട് വിത്ത് യുവർ മൈൻഡ്. അപ്പം ഒരു സ്മെൽ ത്രൂ ആണ് നമ്മുടെ മൈൻഡ് കണക്ട് ആവുന്നത്. അപ്പം നമ്മൾ ഏറ്റവും പ്ലെസൻ്റ് ആയിട്ടുള്ള മണം, ഏറ്റവും പ്ലെസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് വീട്ടിൽ വെക്കുവാണെങ്കിൽ ഫുൾ നമ്മുടെ വീടിൻ്റെ ഒരു എനർജി തന്നെ മാറും. ഇപ്പോൾ ഒരുപാട് ദേഷ്യം വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്നൊരു നല്ലൊരു പെർഫ്യൂമിൻ്റെ മണോ അല്ലെങ്കിൽ പെട്ടെന്നൊരു നല്ല അഗർബത്തിയുടെ മണം വരുവാണെങ്കിൽ 100% ആളുടെ ദേഷ്യം മാറും. ബിക്കോസ് ആ ഒരു ശ്രദ്ധ പോകുന്നതാണ്, മൈൻഡ് ഡൈവേർട്ട് ആവുന്നതാണ്. സോ എനിക്ക് പേഴ്സണലി ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. അപ്പം ആ ഒരു എൻ്റെ വീടിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസ് മാറ്റുന്നത്. മൂന്നാമത്തെ കാര്യം, അത് ഈ ഇടയ്ക്ക് കുറച്ച് കാലമായിട്ട് ഡെവലപ്പ് ആയ ഒരു കാര്യമാണ്. ഇപ്പം ഫാമിലി ടൈം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ തന്നെ ഇപ്പം ഈവനിങ് ടൈം ഞാൻ ഒരു ചായ കുടിക്കും, ഹസ്ബൻഡ് ഒരു ചായ കുടിക്കും, മിത്തു ചിലപ്പം പാൽ കുടിക്കും. അപ്പം ആ ഒരു സമയം നമ്മളെല്ലാവരും ഒരുമിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ടി വി വെക്കില്ല, ഫോൺ നോക്കില്ല, വർക്ക് ചെയ്യില്ല. മാക്സിമം നമ്മൾ അവിടെ പ്രസൻറ്റ് ആവാൻ നോക്കും. അപ്പോൾ അതെൻ്റെയും കൂടി ആവശ്യമാണ്. ബിക്കോസ് ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സമയം, ഇപ്പം മേ ബി ഒരു 10 മിനിറ്റ് ആവാം, 15 മിനിറ്റ് ആവാം, അത് നമുക്ക് ആ ഒരു ഫുൾ ഡേ കിട്ടാത്തൊരു സമയമാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വിളക്ക് കൊളുത്തി നാമം ചൊല്ലി അഗർബത്തിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാര്യം നമ്മൾ ചെയ്യുന്നത് ചായ കുടിക്കലാണ്.
അപ്പം ആ ഒരു സമയത്ത് നമ്മളിരുന്ന് സംസാരിക്കും. മിത്തു ചില സമയത്ത് സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ പറയും. ഇല്ലെങ്കിൽ മിത്തു ഭയങ്കര പ്ലാനിങ്. ഓക്കെ, ചായ കുടിച്ച് കഴിഞ്ഞാൽ അമ്മ ഇത് ചെയ്യാം, ഇത് കളിക്കാം. പക്ഷേ ഞാൻ ഒരു രീതിയിൽ പ്ലാനിങ്ങും ചെയ്യില്ല ആ സമയത്ത്. ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു വൈൻഡ് ഡൗൺ, ഐ ജസ്റ്റ് വോണ്ട് ടു ബി പ്രസൻറ്റ്. അപ്പം ആ ഒരു ഫാമിലി ടൈം ഭയങ്കര നോൺ നെഗോഷ്യബിൾ ആണ് എനിക്ക്. ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. ഇപ്പം വേറെ എന്തെങ്കിലും ഇപ്പം മീറ്റിങ്സോ എന്തെങ്കിലും വരാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യും. ബിക്കോസ് ആ ഒരു ടൈം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ബൗണ്ടറിയാണ്. അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ സെഗ്മെൻറ്റ്, ഇപ്പം ഫാമിലിയുടെ ഒപ്പം താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഫാമിലി ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈമാണ്. ഇനിയിപ്പം ദൂരെ ജോലിക്ക് പോയ ആൾക്കാരാണെങ്കിൽ ട്രൈ ടു ബി ഇൻ ടച്ച് വിത്ത് യുവർ ഫാമിലി ആ ഒരു സമയത്ത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വൈൻഡ് ഡൗൺ ടൈമിൽ ഫാമിലിയായിട്ട് കോൺടാക്ട് ചെയ്യുക, സംസാരിക്കുക, ആൻഡ് എനിത്തിങ് ദാറ്റ് കുഡ് ദാറ്റ് കുഡ് മേക്ക് യുവർ റിലേഷൻഷിപ്പ് ബെറ്റർ. അപ്പം അതായിരുന്നു മൂന്നാമത്തെ എൻ്റെ ഈവനിങ് റിച്വൽ. പിന്നെ നാലാമത്തെ കാര്യം, ഇതിപ്പോൾ ഇറ്റ്സ് ബിൻ മോർ ദാൻ 1 year ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു 2 minute റൂൾ. ഇപ്പം നമ്മുടെ വീട്, ഒരാളുടെ വീട് മറ്റൊരാളുടെ വീട് പോലെ ഒരിക്കലും ആയിരിക്കില്ല. ബിക്കോസ് അവിടെ താമസിക്കുന്ന ആൾക്കാർ പല പല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. അപ്പം എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്, ഒരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പം വീട് ഒരിക്കലും ക്ലീൻ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പക്ഷേ ഓൾസോ നോട്ട് മച്ച് ബോതേർഡ്. അപ്പം ഈവനിങ് ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ സ്കാറ്റേർഡ് ആയിരിക്കും. നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുവാണെങ്കിൽ ചില എൻ്റെ കപ്പും ചായക്കപ്പും ലിപ് ബാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്കാറ്റേർഡ് ആയിരിക്കും. അപ്പം ഈവനിങ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ സംഭവങ്ങളും ഇപ്പം അതിൻ്റേതായ സ്ഥലത്തല്ലാത്ത സാധനങ്ങൾ ഐ ഫൈൻഡ് സ്പേസ് ഫോർ ദോസ് തിങ്സ്. അപ്പം അത് തിരിച്ചു വയ്ക്കും. അപ്പം അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് ഡേ ഐ എം പ്രിപ്പയർഡ്, നെക്സ്റ്റ് ഡേ ഞാൻ റെഡി ടു ഗോ ആണ്. അപ്പം അതാണ് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ക്ലീനിങ്. ഡീപ്പ് ക്ലീനിങ് ഒട്ടും ചെയ്യില്ല, 2 minutes ഫിനിഷ് ആവുന്ന കാര്യങ്ങൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ ലോണ്ട്രി ഇടുക, അത് 2 minutes എടുക്കുള്ളൂ. ഇനിയിപ്പം ലോണ്ട്രി എന്താ പറയുക ഡ്രൈ ചെയ്യാനിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് അപ്പം ആ ഒരു പണി കഴിഞ്ഞു, ഒരു ആക്ടിവിറ്റി ഡൺ ആണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ടേക്ക് മോർ ദാൻ 2 minutes. അപ്പം അതാണ് എൻ്റെ 2 minute റീസെറ്റ് റൂൾ. അത് നോൺ നെഗോഷ്യബിൾ ആണ്, അത് ഞാൻ ചെയ്തിരിക്കും. ബിക്കോസ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ ബാക്കി പിന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നത്. ഇപ്പോൾ 0 വാല്യൂ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഔട്ട്കമില്ല, നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഇല്ലാത്ത കാര്യങ്ങൾ. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലട്ടഡ് ആയിരിക്കും. വൺ ഗുഡ് തിങ് ഇസ്, ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് കണ്ട് മിത്തും എൻ്റെ മോനും ഇങ്ങനെ അവൻ്റെ ടോയ്സ് ഒക്കെ ഇങ്ങനെ ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ എക്സാക്ട്ലി പറഞ്ഞു കൊടുക്കണം ആവശ്യമില്ല. പിള്ളേർ നമ്മളെ കണ്ട് തന്നെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ്, നമ്മളെപ്പോലെ ആവാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ഗുഡ് തിങ്. പിന്നെ 5ാമത്തെ കാര്യം, അഗൈൻ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് പ്രിപ്പയറിങ് ഫോർ ടുമോറോ. അപ്പം നെക്സ്റ്റ് ഡേ എനിക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം അത് ഞാൻ ലിസ്റ്റ് എഴുതും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അത് മാത്രമല്ല മിത്തുവിന് ലഞ്ച് കൊടുക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതെന്തായിരിക്കും എന്ന് ഞാൻ എഴുതും. പ്ലസ് ഇതിനെല്ലാത്തിനും ഉള്ള ഇൻഗ്രീഡിയൻസ് വീട്ടിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രോസറി ഓർഡർ ചെയ്യും. സോ വിച്ച് മീൻസ് നെക്സ്റ്റ് ഡേ എനിക്ക് രാവിലെ എണീറ്റിട്ട് എത്ര ലേറ്റായിട്ട് എണീറ്റാലും ഇന്ന് എന്ത് ഉണ്ടാക്കണം എന്നല്ല ഞാൻ, ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ബിക്കോസ് നമുക്കൊരു ദിവസം ഭയങ്കര സ്ട്രെസ്സിൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ആ ദിവസം ഫുൾ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പം ആ ഒരു കാര്യം ഞാൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി ദിവസം നമ്മൾ വിൻ ചെയ്ത പോലെയാണ്. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ എനിക്കിപ്പം എന്താ പറയുക നോക്കാണ്ട് തന്നെ എനിക്കറിയാം, ഇത് കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യണമെന്ന്. ആൻഡ് കൈൻഡ് ഓഫ് ഇത് ഹെൽപ്സ് മീ രാത്രി ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും, വർക്ക് സ്ട്രെസ് ഉണ്ടാവും, ഫാമിലി സ്ട്രെസ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് എല്ലാവർക്കും വി നീഡ് ഒരു റൂട്ടീൻ. നമ്മൾ പറയും റൂട്ടീൻ ഇസ് ബോറിങ്, ഇസ് മൊനോട്ടനസ് ആണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊരു റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബെസ്റ്റ് രീതിയിലെ ഔട്ട്കം കിട്ടുന്നത്. ഇതിപ്പോൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല. നമുക്ക് സ്ലോ ലിവിങ്, ഇൻറ്റൻഷണൽ ആയിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേണോ നമുക്കത് ചെയ്യാം. ഇതിപ്പോൾ 5 കാര്യം വേണമെന്നില്ല, 1 2 കാര്യമാവാം. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാളും കൂടുതൽ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ദ ഹോൾ പർപ്പസ് ഇസ് നമുക്ക് എങ്ങനെ നൈറ്റ് ടൈമിലേക്ക് പ്രിപ്പയർ ആവാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയും കൂടിയാണ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ വേണ്ട, 1 2 കാര്യങ്ങൾ മതി അല്ലേ? അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ഈവനിങ് റിച്വൽ എന്തായിരിക്കും. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഈവനിങ്ങിൽ ഇപ്പം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫോൺ നോക്കുക, TV നോക്കുക,
നമുക്ക് ശരിക്കൊരു ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല, ഒരു മോട്ടീവ് പോലും ഉണ്ടാവില്ല എന്താ കാണണ്ടേന്ന്. പക്ഷെ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് അവർ ബ്രെയിൻ ലവ്സ് ബീങ് ബിസി. ഒരു പേർപ്പസിനല്ല, പക്ഷേ എപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൺവിൻസ് ചെയ്യും, ഓക്കെ ഒന്ന് ഫോൺ നോക്കാം, ഒന്ന് സ്ക്രോൾ ചെയ്യാം, പക്ഷേ അതിൻ്റെ ഔട്ട്കം ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ തന്നെ നമ്മളാണ് ആ ഒരു എങ്ങനെ ബിസി ആവണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ ഈ ക്വിക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യം തന്നെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.